ഗുഡ് മോർണിംഗ്. സ്നേഹമുള്ളവരെ, നമ്മൾ വളരെ ഏറെ വേദനയിലും വിഷമങ്ങളിലും കഴിയുന്ന ഈ കോവിഡ് കാലത്ത് വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒരു പുതിയ ധാരണ കിട്ടാനുള്ള ഒരു പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാൻ തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ മനഃശാസ്ത്രവും കുടുംബ ബന്ധങ്ങളും എന്നതാണ്. വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിവാഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ദൈവം സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യമേറിയതും കുടുംബം തന്നെയാണ്. രണ്ട് കുടുംബങ്ങളിൽ വളർന്ന രണ്ടുപേര്, രണ്ട് നാട്ടിൽ വളർന്ന രണ്ടുപേര്, രണ്ട് വീട്ടിൽ വളർന്ന രണ്ടുപേര് വിവാഹത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പൊരുത്തക്കേടുകൾ ഉണ്ടാവാം, സംഘർഷങ്ങൾ ഉണ്ടാവാം, സംഘട്ടനങ്ങൾ ഉണ്ടാവാം, വേർപാടുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഒക്കെ കുടുംബജീവിതത്തിന്റെ സ്വഭാവമാണ്. പക്ഷേ നല്ല കുടുംബജീവിതം ഇവിടെ സാധ്യമാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതൊരു തരം അഡ്ജസ്റ്റ്മെന്റ് ആണ്. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? അതിന് പങ്കാളിയെ അറിയുക, പങ്കാളിയുടെ മനസ്സറിയുക. മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിന്റെ ശാസ്ത്രം. മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും കൂടുന്നതാണ്. ശരീരം എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനം നമുക്കറിയാം. അത് നമ്മൾ വളരെ ഭംഗിയായി ഒരുക്കിക്കൊണ്ട് നടക്കും, കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിപ്പിച്ച് നല്ല ഭംഗിയായി കൊണ്ട് നടക്കും. പക്ഷേ നശിച്ചു പോകുന്ന ഈ ശരീരത്തില് നശിക്കാത്ത ഒരു സാധനമാണ് ആത്മാവ്. അത് നമ്മുടെ ദൈവത്തിന്റെ അംശമാണ്. ആത്മീയമായുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല വൈദികരുടെ ക്ലാസ്സുകൾ ഇതിനിടയിൽ കിട്ടുന്നുണ്ട്. ഞാൻ മനസ്സിലേക്ക് വരികയാണ്. മനസ്സെന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണ്. വളരെ ഫാസ്റ്റായി സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ മനസ്സുകൾ തമ്മിൽ ചേരുക എന്നുള്ളതാണ് കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മനഃശാസ്ത്രപരമായി പുരുഷനും സ്ത്രീയും ഒരിക്കലും ഒരേ സ്വഭാവത്തിന്റെ ഉടമകളല്ല. നേരിട്ട് കാണുന്ന ഈ വ്യത്യാസം, അതായത് മീശയും ശാന്താടിയും പരിക്കൻ സ്വരവുമുള്ള പുരുഷൻ, വളരെ സോഫ്റ്റായ ഒരു സ്ത്രീ, ഈ വ്യത്യാസം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. മനസ്സിന് 3 തലങ്ങളാണ്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയും. അതിൽ ഈഗോ എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം. പുരുഷനിലെ ഞാൻ എന്ന ഭാവം സ്ത്രീയിലെ ഞാൻ എന്ന ഭാവത്തിനേക്കാൾ കൂടുതൽ ഉയർന്ന തലങ്ങളിലാണ്. അതായത് പുരുഷന്റെ ഈഗോ സ്ത്രീയുടെ ഈഗോയേക്കാൾ വളരെ വലുതാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ പുരുഷനിലെ ഞാൻ ഇവിടെ വലിയൊരു ഞാനാണെങ്കിൽ സ്ത്രീയിലെ ഞാൻ ഒരു കുഞ്ഞാണ്. വലിയ ഞാൻ ഭാവത്തിന്റെ ഉടമയായ പുരുഷൻ അധികാരമുഖിയാണ്, തന്റേടിയാണ്, അഹങ്കാരിയാണ്, അധിക പ്രസംഗിയാണ്. അവൻ കുടുംബത്തെ അടക്കി ഭരിക്കും. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, കൂടുതലൊന്നും പറയാൻ പോരണ്ട. എന്റെ വീട്, എന്റെ റബ്ബർ, എന്റെ വണ്ടി, എന്റെ ബിസിനസ്. നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ളതെല്ലാം ആരുടെയാ? ഇതെല്ലാം പുരുഷന്റെ കസ്റ്റഡിയിലാണ്. ഈ സ്ഥാനത്ത് സ്ത്രീക്ക് സ്വന്തമായിട്ട് എന്റെ എന്ന് ചേർത്ത് പറയാൻ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ചട്ടി അല്ലെങ്കിൽ കലം, കൊട്ട, വട്ടി, വീട്ടിലെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം സ്ത്രീയുടേതാണ്. വിലപിടിപ്പുള്ളതെല്ലാം പുരുഷൻ്റെതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഒരു മെയിൽ ഡോമിനേഷൻ ഉള്ള സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. മെയിൽ ഡോമിനേഷൻ ഇവിടെ കൂടുതലാണ്, പുരുഷാധിപത്യമുള്ള സൊസൈറ്റി. അതുകൊണ്ട് ചെറുപ്പം മുതലേ സ്ത്രീയെ വളർത്തുന്നതും അങ്ങനെയാണ്. കാലം കാത്തു വെക്കണം, അല്ലെങ്കിൽ നീ അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഉറക്കെ പറയാൻ പാടില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നീ എപ്പോഴും വളരെ സൗമ്യഭാവം, പുരുഷന്റെ ഭാവമല്ല സ്ത്രീയുടെ ഭാവം എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കൾച്ചർ, ഒരു സൊസൈറ്റിയാണ് ആർഷ ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഈ ആർഷ ഭാരത സംസ്കാരത്തിന് പുരുഷ മേധാവിത്വം കൂടുതലാണ്. ബട്ട് വെസ്റ്റേൺ സൊസൈറ്റീസ് ഒന്നും അങ്ങനെയല്ല. അവിടെ ഈക്വാലിറ്റി ഉണ്ട്. അവർക്ക് ഒരുമിച്ച് അടുക്കള കയറാം, ഒരുമിച്ച് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഏതാണ്ട് നമ്മുടെ ആൾക്കാരും ഇപ്പൊ അത് കോപ്പി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് വരുന്ന കേസുകളിൽ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് വരുന്ന കേസുകളിൽ ഞാനിപ്പോ കാണുന്നത് ഈക്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരു പുതിയ തലമുറയാണ്. അതായത് ഞാനും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാനും ഡോക്ടറല്ലേ, നീയും ഡോക്ടർ. ഞാനും ജോലി ചെയ്യുന്നു, നീയും ജോലി ചെയ്യുന്നു. ഞാനും കാശുണ്ടാക്കുന്നു, നീയും കാശുണ്ടാക്കുന്നു. നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്ന ഒരു പുതിയ തലമുറയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് വ്യത്യാസമുണ്ട്.
ആ പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു കൾച്ചർ, അത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും ആ ഒരു പുരുഷ മേധാവിത്വം വേണമെന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. ആ അധികാരഭാവം മറ്റുള്ളവർക്കുള്ള വിധേയത്വ ഭാവം വർദ്ധിപ്പിക്കുമെന്നാണ് പലപ്പോഴും മനഃശാസ്ത്രപരമായിട്ട് പലരും പറയുന്ന ഒരു കാര്യം. മനഃശാസ്ത്രപരമായി നമ്മൾ സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് വിധേയത്വ ഭാവമാണ്. സ്ത്രീക്ക് മാത്രമായിട്ട് നമ്മൾ കുറച്ച് സ്വഭാവത്തിന് അടക്കൊതുക്കമുള്ള സ്ത്രീ, എളിമയും വിനയമുള്ള സ്ത്രീ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ത്രീ, അവള് ബഹളം ഉണ്ടാക്കാത്ത സ്ത്രീ, അവൾ ഉറക്കെ വീട്ടിൽ കിടന്ന് സംസാരിക്കാത്ത സ്ത്രീ, ആ സ്ത്രീത്വത്തിന്റെ നല്ല ഭാവങ്ങൾ ഇന്നത്തെ സ്ത്രീകൾക്ക് നഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയുടെ ഒരു കുഴപ്പമാണ്. നമ്മുടെ ആ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ വല്യപ്പൻ, വല്യമ്മ, ചിറ്റപ്പന്മാര്, ആന്റിമാര്, ഇങ്ങനെ മക്കളെ വളർത്താൻ ഒരു കുറെ തലമുറകൾ കഷ്ടപ്പെട്ടപ്പോഴാ അവിടെ പിള്ളേർക്ക് നല്ലൊരു ശിക്ഷണമൊക്കെ കിട്ടി, ഒരു കുടുംബത്തെ കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ കിട്ടിയാണ് അവർ വളർന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ അതില്ല. എല്ലാ വീടുകളിലും പിള്ളേരുടെ എണ്ണം കുറഞ്ഞ 1, 2, ഒരാണ്, ഒരു പെണ്ണ്, അല്ലെ 2 പെണ്ണ്, 2 ആണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈക്വാലിറ്റി മെന്റാലിറ്റി പിള്ളേരിൽ കൂടുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ സാമ്പത്തികത്തിലും ഏതാണ്ട് ഈക്വൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കുടുംബങ്ങളുടെ ബാലൻസ് തെറ്റുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ആ പുരുഷത്വത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ആധിപത്യ പ്രവണതയാണ്. സ്ത്രീത്വത്തിന്റെ ഭാവം എന്ന് പറയുന്നത് വിധേയത്വം. പുരുഷൻ സ്ത്രീയുടെ ബഹുമാനം ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ അപ്പൻ പുറത്തു പോയിരിക്കുന്നു, പുറത്തു പോയിട്ട് കയറി വരുമ്പോൾ നമ്മുടെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പൻ വന്ന ഉടനെ നമ്മളൊന്ന് എഴുന്നേൽക്കുന്നു. അതൊരു ബഹുമാനം കാണിക്കുന്ന ഒരു കൾച്ചറാണ്. നമ്മൾ അവിടെ തന്നെ ഇരിക്കുന്നില്ല, നമ്മളത് ബഹുമാനിക്കും. പക്ഷേ ഒരു സ്ത്രീ പുറത്തു പോയിട്ട് വരുമ്പോൾ തിണ്ണയിലിരിക്കുന്ന ആരും എഴുന്നേക്കാറില്ല, അവളെ ബഹുമാനിക്കാറില്ല. അങ്ങനെ ഒരു കൾച്ചർ നമുക്കില്ല. അപ്പൊ ആ ഒരു പുരുഷനെ ബഹുമാനിക്കുന്നു, പുരുഷൻ ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനെന്ന് വന്നാൽ അനങ്ങണമല്ലോ അവള്, പൊങ്ങണമല്ലോ അവള്, ഞാൻ പറയുന്നൊന്ന് അനുസരിക്കണമല്ലോ അവള്. അപ്പൊ അതിൽ നിന്ന് തന്നെ പുരുഷന്മാരും അവരുടെ ആ ഒരു മാനസിക ഭാവത്തിൽ അവർ ബഹുമാനം ആഗ്രഹിക്കുന്നു, റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെയുള്ള ഒരു ബഹുമാനമല്ല ആഗ്രഹിക്കുന്നത്. അവൾ ആഗ്രഹിക്കുന്നത് കൺസിഡറേഷൻ, പരിഗണനയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീക്ക് തലവേദനയുണ്ട്, ഒരു ഭർത്താവ് പുറത്തു പോയിട്ട് കയറി വരുമ്പോഴേ വിളിച്ചോണ്ടാവുന്നത്, എന്തിയേ? ഞാനിവിടെ എന്ത് പറ്റി, എന്തെടുക്കുക എന്നൊക്കെ എൻ്റെ അർത്ഥം. എനിക്കൊരു തലവേദന, ഞാനിവിടെ കിടക്കുക. എന്നിട്ട് എന്നാ ഞാൻ ഇത്തിരി വിക്സ് എടുത്ത് തൂത്തു, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, വയ്യെങ്കിലും കിടന്നോളൂ, ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം. ഇത് ഒരു കുടുംബത്തിന്റെ ഒരു ഭാര്യ ഭർത്താവിന്റെ കമ്മ്യൂണിക്കേഷൻ. ഇനി വേറൊരാൾ പുറത്തു വിട്ട് വരുന്നു, മോള് വാതിൽ നിൽക്കുന്നു, മോളോട് ചോദിക്കുന്നു, അമ്മ എന്തേടി? പപ്പേ, അമ്മ കിടക്കുക. അമ്മ എങ്ങനെ പറ്റി? തലവേദനയാണ്. എന്നിട്ട് എന്നെ അടിക്കും. എന്നെ അടുത്തറിയില്ല, എക്സാം പറ്റി എന്നാണ്. ആ നാടവിടെ കിടക്കട്ടെ, നീ പോയി കാപ്പിട്ടുണ്ടോ? മോള് പോയി കാപ്പിട്ട് കൊടുക്കുന്നു, അപ്പനത് കുടിക്കുന്നു, അപ്പനത് പുറത്തേക്ക് കൊടുക്കുന്നു. ഇത് രണ്ടാമത്തെ ഒരു ഭാര്യ ഭർത്താവ്. ഇനി മൂന്നാമത്തെ ഒരെണ്ണം ഞാൻ പറയാം. ഭർത്താവ് പുറത്തു പോയിട്ട് കയറി വരുമ്പോഴേ വിളിച്ചോണ്ടാ വരുന്നത്, എടി മിനിയേ. എന്നാ ചേട്ടായി, നീ എവിടാ? ഞാൻ ഇവിടെ കിടക്കുക. കയറിയൊക്കെ ചെല്ലുന്നു, എന്ത് പറ്റി മോളെ? തലവേദനയാ ചേട്ടായി. തലവേദനയോ? പനിയുണ്ടോടി? ദൈവമേ, കൊറോണ, കോവിഡ് ഒക്കെ കിടന്ന് കളിക്കുക. നീ പുറത്തെങ്ങാണ്ട് ഇറങ്ങിയോ? ഇല്ല ചേട്ടായി, ഇത് ഇത്തിരി തലവേദനയൊന്നും സാരമില്ല. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും നീ കുടിച്ചോ വല്ലോ? ഇല്ല ചേട്ടായി, വേണ്ട, ഞാൻ തന്നെ എടുത്തു തരാം. വേണ്ട, നീ അവിടെ കിടക്ക്, ഞാൻ ഇട്ടുകൊണ്ട് തരാം. അവിടെ വേറൊരു മുഖമാണ് ഭർത്താവിന്റെ. അവളെ പരിഗണിക്കുന്ന ഭർത്താവ്. ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന എപ്പോഴും ഇങ്ങനെയാണ്. ഈ മൂന്ന് ഭർത്താക്കന്മാരും നല്ലതായിട്ട് പെരുമാറി. വന്നോടനെ ഭാര്യ അന്വേഷിച്ചു, നിനക്ക് എന്നാ പറ്റിയെന്ന് അന്വേഷിച്ചു. പക്ഷെ അവസാനത്തെ അവൾ തൊട്ടു, തലോടി, അല്ലെങ്കിൽ കപ്പിയിട്ട് കൊടുക്കാൻ തയ്യാറാകും. സ്ത്രീ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു പരിഗണനയാണ്. എൻ്റെ അടുത്ത് വരുന്ന പല സ്ത്രീകളും പറയുന്ന ഒരു ഡയലോഗ് ഇതാ, ഞാൻ എങ്ങനെ കിടന്നാലും ഉണ്ടോന്ന് അന്വേഷിക്കത്തില്ല, ഉറങ്ങിയോന്ന് അന്വേഷിക്കത്തില്ല, കുളിച്ചോന്ന് അന്വേഷിക്കത്തില്ല, എനിക്ക് ഒരു പരിഗണനയും തരുന്നില്ല, ഞാനൊരു വേലക്കാരിയുടെ റോളായിട്ട് ചെയ്യുന്നത്. ഈ പരിഗണന കിട്ടുകയാണെങ്കിൽ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ആളുകളെ ബഹുമാനിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യം. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയും തമ്മിൽ മനഃശാസ്ത്രപരമായിട്ട് വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ബുദ്ധിപരമായ വ്യത്യാസമാണ്. നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത്
80,000 കൊച്ചു കൊച്ചു ഞരമ്പുകൾ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്. 80,000 നെർവ് സെൽസ് ഒരു ചിരട്ട കമഴ്ത്തി വെച്ചതുപോലെ ഇരിക്കുന്നതാണ് നമ്മുടെ ബ്രെയിൻ. പക്ഷെ അതിന് നമുക്ക് 2 ഹെമിസ്ഫിയർ ആയിട്ട് തിരിക്കാം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിരിക്കുന്നത് അവരുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിരിക്കുന്നത് നമ്മളുടെ ബ്രെയിനിന്റെ റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് ബുദ്ധിയുടെ സീറ്റാണ്, റൈറ്റ് സൈഡ് വികാരത്തിന്റെ സീറ്റാണ്. സ്ത്രീകൾ വികാരജീവികളാണ് പൊതുവെ പറയപ്പെടുന്നത്. വികാരജീവികളാണ്. പുരുഷൻ ലോജിക്കായി ചിന്തിക്കുന്നു, ബുദ്ധിപരമായി ചിന്തിക്കുന്നു, കാര്യകാരണ സഹിതം ചിന്തിക്കുന്നു. സ്ത്രീകൾ അങ്ങനെയല്ല, അവർ സെന്റിമെന്റലാണ്. പെട്ടെന്ന് കിടക്കും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് തീരുമാനമെടുക്കും, പെട്ടെന്ന് തീരുമാനം മാറ്റുകയും ചെയ്യും. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല, അവൻ ആലോചിച്ച് തീരുമാനമെടുക്കുന്നു, ബുദ്ധിപരമായിട്ട് തീരുമാനമെടുക്കുന്നു. ഇപ്പൊ ഏത് കാര്യം, ഇപ്പൊ ഒരു വസ്തു വാങ്ങണം അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങണം, പലരോട് ആലോചിക്കുന്നു. അപ്പൊ അവനൊരു വീട്ടിൽ വേണ്ട ഒരു ഹോം അപ്ലയൻസസ്, അപ്പൊ പല കടകളിൽ വിളിച്ചു ചോദിക്കുന്നു ഏതാണ് നല്ലത്, ഏത് കമ്പനിയാണ് നല്ലത്, അല്ലെ അത് സെർച്ച് ചെയ്യുന്നു, പലരോട് ചോദിക്കുന്നു ഈ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്. അതൊരു വണ്ടിയായാലും ഒരു സാധനമായാലും വിലപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു സാധനമാണെങ്കിൽ പോലും അവൻ പലരുടെ അഭിപ്രായം ആരാഞ്ഞ് കുറെ നേരം അതിനെ കുറിച്ച് സ്റ്റഡി നടത്തി അവനൊരു തീരുമാനമെടുക്കും. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല, അവൾ സെന്റിമെന്റലാണ്. പെട്ടെന്നാണ് കരച്ചിൽ വരുന്നത്, പെട്ടെന്നാണ് അവൾ തീരുമാനം എടുക്കുന്നത്, പെട്ടെന്നാണ് അവൾ തീരുമാനങ്ങളിൽ നിന്നും മാറുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം ബുദ്ധിപരമായി ലോജിക്കായി ചിന്തിക്കാൻ പുരുഷന് സാധിക്കും. പല കാര്യങ്ങളിൽ ലോജിക്കായി തീരുമാനമെടുക്കുന്ന സ്ത്രീക്ക് അതിനോട് യോജിക്കാൻ പറ്റാതെ വരുമ്പോഴാണെങ്കിൽ നമ്മുടെ ക്ലാഷസ് ഉണ്ടാകും. പുരുഷൻ പല കാര്യങ്ങളിലും ഡയറക്റ്റാണ്, നേരെ വാ നേരെ. സ്ത്രീ പല കാര്യങ്ങളിലും ഇൻഡയറക്റ്റാണ്. എന്താ പറയുക, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ കോല് വെച്ച് വർത്താനം പറയാം. സ്ത്രീക്ക് അതിന് ദൈവം പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്, കോല് വെച്ച് വർത്താനം പറയാൻ. അവൾ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിരിക്കും, പക്ഷെ അതെല്ലായിടത്തും കൊള്ളണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. പുരുഷൻ അങ്ങനെയല്ല, നേരെ വന്നതല്ല, തെറ്റ് കണ്ടാൽ അടി കൊടുത്തു, അല്ലെങ്കിൽ ഒരടിയിൽ അവൻ തീർക്കും. ചിലപ്പോൾ ഒരു ചവിട്ട്, ഒരു തൊഴി, അവന് പെട്ടെന്നാണ് അതിന്റെ പ്രതികരണങ്ങൾ വരിക. ഡയറക്റ്റ് ആയിട്ട് തന്നെ അവൻ പ്രതികരിക്കും. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല, മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് പെണ്ണ് കാണാൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളത്. സ്ത്രീധനം ചോദിച്ചത് തൊട്ട്, ആഭരണം ചോദിച്ചത് തൊട്ട്, കെട്ടി കയറി വന്ന നാത്തും പറഞ്ഞത് തൊട്ട്, അല്ലെങ്കിൽ അയലോക്കക്കാരെ നോക്കിയത് തൊട്ട്, അവിടെ കൊച്ചു 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 കാര്യങ്ങൾ പോലും മനസ്സിൽ റെക്കോർഡ് ചെയ്തു. സമയം വരുമ്പോഴേ, സൗകര്യം വരുമ്പോഴേ ഏതെങ്കിലും ഒരു സ്ഥലത്തും അസ്ഥാനത്ത് വിടുന്നെടുത്തോണ്ടിരിക്കും. അതിൽ ഇപ്പൊ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ചേട്ടൻ്റെ ഭാര്യ മിണ്ടിയില്ല. ചേട്ടൻ്റെ ഭാര്യ പ്രത്യേകിച്ച് മിണ്ടാതിന് കാരണമൊന്നുമില്ല. പിന്നെ ആ ചേച്ചിയോട് ഇനി ഈ ജന്മത്തിൽ അവൾ ഇങ്ങോട്ട് മിണ്ടാതെ ഞാൻ അങ്ങോട്ട് മിണ്ടിയില്ല. വാശി എനിക്ക് വരുന്നതെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോഴ് എന്താ പറയുക, ഈ കൊറോണ കാലത്ത് എനിക്ക് തോന്നുന്നു കുടുംബ വഴക്കുകൾ കുറേ കൂടിയിട്ടുണ്ട്. 2 തരത്തിൽ പോസിറ്റീവും നെഗറ്റീവും വരുന്നുണ്ട് കേട്ടോ. കാരണം വീട്ടുകാരൻ വീട്ടിലിരുന്ന് പിള്ളേരെ എല്ലാം നോക്കി ഭാര്യയെ സഹായിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുന്ന ഭാര്യമാരുണ്ട്. പക്ഷെ 2 പേരും കൂടെ ഫുൾ ടൈം ഇരുന്നിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് വഴക്കുണ്ടാക്കി. എനിക്ക് ഓൺലൈനിൽ ഒത്തിരിയേറെ കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. കാരണം കല്യാണത്തിന് മുമ്പ് ഇയാൾ സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെ ഇപ്പം എന്നോട് അത് ചോദിക്കുന്നു, വണ്ടി വയ്ക്കാൻ കാശ് ചോദിക്കുന്നു, വീട് വെക്കാൻ കാശ് ചോദിക്കുന്നു. അപ്പോൾ അത് സ്ത്രീധനമല്ലേ? അപ്പോൾ ഇയാളെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചോദിച്ച് ഒത്തിരി വഴക്ക് പിടിക്കുന്ന കേസുകൾ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 2 പേര് തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ 2 പേരുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പുരുഷൻ വളരെ വിശാലമായ ഒരു മനസ്സിന്റെ ഉടമയാണ്. വളരെ വിശാലമായ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു സ്റ്റേഡിയം. ഞാനിവിടെ ഒരു സ്റ്റേഡിയം പോലെയാണ്. ഒരു സ്റ്റേഡിയത്തിന്റെ വലുപ്പം നമുക്കറിയാം, ഭയങ്കര വലിയൊരു സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിന്റെ അത്ര വലുപ്പമാണ് ഒരു പുരുഷന്റെ മനസ്സിൽ. ഒരു സ്റ്റേഡിയം നമ്മളൊന്ന് സങ്കല്പിക്കുക, അതിനകത്തൊരു കുറച്ച് കസേര ഇടുന്നു. അവിടെ അവൻ്റെ അപ്പൻ, അമ്മ, പെങ്ങന്മാര്, ചേട്ടന്, ചേച്ചി, കൂട്ടുകാര്, നാട്ടുകാര്, ഭാര്യ, മക്കൾ എല്ലാവരും നിരത്തിയിരുത്താനുള്ള ഇടയുണ്ട്. അത്ര വിശാലമാണ്. അവന് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കേണ്ടത് അമ്മയ്ക്ക് കൊടുക്കുന്നു, ചേച്ചിക്ക് കൊടുക്കേണ്ടത് ചേച്ചിക്ക് കൊടുക്കുന്നു. വലിയ കുഴപ്പമില്ലാതെ അവന് കൊടുക്കാൻ പറ്റും. പക്ഷെ സ്ത്രീക്ക് ഒരിക്കലും അത് പറ്റത്തില്ല. വളരെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയാണ് സ്ത്രീ. അവൾ ഭയങ്കര പോസസീവാണ്. ഈ കണ്ണ് എന്നെ മാത്രം നോക്കാനുള്ളതാണ്, ഈ ചിരി എനിക്ക് മാത്രം കാണാൻ എന്നതായിരുന്നു അമ്മയെ മോനും കൂടെ. ഞാൻ കണ്ടില്ലെന്നാണോ വിചാരം? എനിക്കറിയാം നിങ്ങൾ കുശിക്കുന്നത്. സത്യത്തെ അമ്മയും മോനും കൂടെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല.
പക്ഷെ സ്ത്രീയുടെ ചിന്ത എങ്ങനെയാണ്? അവൾ പൊസസീവാണ്. അത് മനസ്സിലാക്കാൻ എപ്പോഴും ആണുങ്ങൾക്ക് സാധിക്കണം. ആണുങ്ങളുടെ കാര്യത്തിൽ പിന്നെ രണ്ടുപേരും പൊസസീവ് ആകുന്ന കേസുകളുണ്ട്. പക്ഷെ ആണുങ്ങളുടെ കാര്യത്തിൽ കമ്പാരിറ്റീവ് അത് കുറവാണ്. പക്ഷെ സ്ത്രീകളാണ് കൂടുതലും പൊസസീവായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഒന്നും തുടങ്ങിയിട്ടില്ല. കാരണം അമ്മയും ഭാര്യയോട് ഒരേ സമയത്ത് കൊണ്ടാണെങ്കിൽ ഭയങ്കര പാടാണ്. അമ്മ പറയുന്നത് ഇത്രയും നാൾ 10-20-30 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ അമ്മയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന നിങ്ങളുടെ പെണ്ണ് താലി കെട്ടി മധുരോടിയോട് അണിയിച്ച് നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ പെണ്ണ്, അവളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. അവർക്ക് വേണ്ടി അമ്മയെ രക്ഷിക്കാനോ അമ്മയ്ക്ക് വേണ്ടി നിങ്ങളെ രക്ഷിക്കാനോ ഇത് രണ്ടും കണക്കില്ല. പക്ഷെ രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ പഠിക്കണം. അപ്പൊ രണ്ടിന്റെയും മനഃശാസ്ത്രം രണ്ടാണ്. ആണുങ്ങളാണ് ഇതിനിടയിൽ കിടന്ന് വിഷമിക്കുന്നത് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഭാഗമാണ്, സ്ത്രീ എപ്പോഴും ചിന്തിക്കുന്നത് ഇടുങ്ങിയ മനസ്സ്. ആ ഇടുങ്ങിയ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവൾ പ്രശ്നകാരിയായി മുദ്രകുത്തും. ആണുങ്ങൾ എപ്പോഴും പറയുന്നത് ഇവളാണ് വഴക്കുണ്ടാകുന്നത്, ഇവള് വലതുകാലം വെച്ച് കയറിയപ്പിനായിട്ടില്ല സമാധാനം പോയത്. ഈ വീട്ടിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ഒരുമിച്ച് ആഹാരം കഴിക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് ഉറങ്ങുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു വീടാണ്. ഇവള് വന്ന പിന്നെയാണ് അമ്മയെ കാണുന്നത്, അമ്മയ്ക്ക് കുഴപ്പം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനസ്സുകൾ ഉള്ള ആൺപിള്ളേരോടും പെൺപിള്ളേരോടും ഞാൻ പറയുകയാണ്, സൂക്ഷിക്കുക. ഹാൻഡിൽ വിത്ത് കെയർ. കുടുംബജീവിതം ഒരു സ്ഫടിക പാത്രം പോലെയാണ്. അത് കഴുകി വെച്ചാൽ നല്ല ഭംഗിയാണ്. പക്ഷെ ഉടഞ്ഞു പോയാൽ നമുക്കത് കൂടിച്ചേർത്ത് വിളക്കിയെടുത്ത് പിന്നെ കുടുംബം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു ധാരണയുണ്ടാകണം. ആ ഒരു നമ്മൾ സ്വന്തമാക്കുന്ന മനുഷ്യനൊരു കുടുംബമുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സ്വന്തക്കാരുണ്ട്. ആരോഗ്യമില്ലാത്ത ഒരുത്തനെ കല്യാണം കഴിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ വേറെ വല്ല താല്പര്യമൊക്കെ കണ്ടുപിടിക്കുന്നു. കുടുംബത്തിൽ പറഞ്ഞവരെ കല്യാണം കഴിക്കുമ്പോൾ കുടുംബത്തെ സ്നേഹിക്കേണ്ടി വരും, ആ കുടുംബത്തെ ഉൾക്കൊള്ളേണ്ടി വരും. അവരെ ഉൾക്കൊണ്ടു പോകാനുള്ള ഒരു വിശാലമായ മനസ്സ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ പെൺകുട്ടികൾ വിചാരിച്ചാൽ ഇല്ലാതാക്കി മാറ്റാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ കാര്യത്തിൽ പുരുഷനും സ്ത്രീയും ഒരിക്കലും ഒരുപോലെയല്ല. രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണലി ചിന്തിക്കുന്ന സ്ത്രീയും ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാമ്പത്യ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ മനഃശാസ്ത്രപരമായ ദാമ്പത്യ സ്നേഹത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്താൽ 3 തലങ്ങളിലുള്ള ദാമ്പത്യ ബന്ധങ്ങളുണ്ട്. 1 ഉപരിപ്ലവ ബന്ധം എന്ന് പറയും, 2 ഗാഠബന്ധം, 3 ഉറ്റ ഗാഠബന്ധം. ഉപരിപ്ലവ ബന്ധം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, സമയത്തിന് കാലത്ത് പിള്ളേരൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ കൂടുന്നുണ്ട്, പക്ഷെ അവർക്കിടയിൽ ആഴമായ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതാണ് ഉപരിപ്ലവ ബന്ധം എന്ന് പറയുന്നത്. ഇവിടുത്തെ അതൊരു നല്ല ശതമാനം കുടുംബങ്ങളും അങ്ങനെയാണ്. പുറമെ നോക്കിയാൽ എല്ലാം ഭദ്രമാണ്, നല്ല വീട്, കാറ്, സൗകര്യങ്ങൾ എല്ലാം. ബട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും ഭദ്രമല്ല. ഉപരിപ്ലവമായിട്ടെല്ലാം ഭദ്രമാണെന്ന് അവര് അഭിനയിച്ച് ഫലിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് ഗാഠബന്ധം, കുറച്ചുകൂടി കടുത്തതാണ്. പക്ഷേ അതിനകത്ത് വരുന്ന ഇതാണ് സ്ത്രീധനത്തിന് വേണ്ടിയും ആഭരണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഇങ്ങനെ വ്യവസ്ഥകൾ വെച്ച് കണ്ടീഷണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. ഇപ്പം എന്താ പറയുക, ഉദാഹരണം പറയാം, കല്യാണം ആലോചിച്ചു, ഉറപ്പിച്ചപ്പോൾ 10 ലക്ഷം രൂപ സ്ത്രീധനം പറഞ്ഞു വയ്ക്കുക, തൽക്കാലം 5, ബാക്കി 5 പിന്നെ. അപ്പൊ തൽക്കാലം 5, ബാക്കി 5 പിന്നെ കല്യാണമൊക്കെ നടന്നു. ബാക്കി 5 പിന്നെ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കിട്ടുന്നില്ല, പറയുന്ന സമയത്ത് നമുക്ക് തരാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ പെണ്ണിനെ വീട്ടിൽ കൊണ്ടേയാക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ രണ്ടാമത്തെ ഗാഠബന്ധം എന്ന് പറയും. മൂന്നാമത്തത് ഉറ്റ ഗാഠബന്ധം എന്ന് പറയും. അതൊരു കോർപ്പസ് ക്വാളിറ്റിയാണ്, വ്യക്തിത്വത്തിന്റെ അന്തസ്സത്തെ. 2 വ്യക്തികൾ ഒന്നായി തീർന്നാൽ അവർ തമ്മിൽ വേർപെടുത്താൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് പറ്റാണ്ടിരിക്കുക. മരണത്തിന് മാത്രം വേർപെടുത്താൻ കഴിയുന്ന തരത്തിൽ 2 ഹൃദയങ്ങളൊന്നാവുന്ന, 2 മനസ്സുകളൊന്നാവുന്ന, 2 ശരീരങ്ങളൊന്നാവുന്ന ഒരു തീവ്ര പ്രണയമാണ് ദാമ്പത്യം. ആ ബന്ധത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരേണ്ടത്. ആ സ്നേഹത്തെ കുറിച്ച് എഫേസുകാർക്കുള്ള പൗലോസ്ലീഹയുടെ ലേഖനം അധ്യായം 5 വാക്യം 22 ഇപ്രകാരം പറയുന്നു: ഭാര്യമാരെ നമ്മുടെ കർത്താവിനെ എന്നതുപോലെ ഭർത്താവിനെ അനുസരിക്കും. മിശിഹ തന്റെ സഭയുടെ ശിരസ്സും സംരക്ഷകനുമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. അതുകൊണ്ട് ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ, വിധേയരായിരിക്കട്ടെ. സത്യം പറഞ്ഞ ഒരു വിഷമം വരും. പൗലോസ്ലീഹ ആളിത്തിരി
സ്ത്രീ വിദ്വേഷിയാണോ എന്ന് എനിക്ക് തോന്നിയത്. എന്നെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് തോന്നി ഒരു സ്ത്രീ കാണുന്നത് വില്ലനാണല്ലോ, ഇങ്ങനെയാണ് സ്ത്രീകളോട് പറയേണ്ടത്, എല്ലാ കാര്യത്തിലും വിധേയരായിരിക്കട്ടെ. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നി അങ്ങേരോട് പറയുമായിരിക്കും എനിക്ക് വിധേയരായിരിക്കാൻ. അടുത്ത കോഴ്സ് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴും പൗലോസ് ഭർത്താക്കന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വന്തം ശരീരത്തെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുന്നില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ തോന്നും എളുപ്പമുള്ള വഴി അവർക്കും കൊടുത്തു, ബുദ്ധിമുട്ട് പിടിച്ചവരാണ് സ്ത്രീയെ വിളിച്ചു. പക്ഷേ ശരിക്കും ആ ദൈവശാസ്ത്രത്തിന്റെ തലങ്ങളിലേക്ക് വന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പുരുഷനോട് പറഞ്ഞത് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുക. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. മിശിഹ എങ്ങനെ സഭയെ സ്നേഹിച്ചത്? മിശിഹ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടാണ് സഭയെ സ്നേഹിച്ചത്. സഭയ്ക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ചു. കുരിശിൽ കയറി, നമുക്കറിയാം കുരിശെടുത്തോണ്ട് പോയ പോക്ക്, കുരിശിൽ കിടന്ന് പെടഞ്ഞു മരിച്ച ആ വേദനകൾ, അതൊക്കെ നമുക്കറിയാം. ഇതുപോലെ ഭാര്യയെ നേടണമെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവ് സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുക. അതാണ് സഭ ആഗ്രഹിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ഭർത്താവിനും ഭാര്യയ്ക്കും ഒരേ ഐഡന്റിറ്റി അല്ല സഭ കൊടുത്തിരിക്കുന്നത്. അവളോട് വിധേയായിരിക്കാൻ പറയുന്നു. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ അവളെ ചുളിവുകളില്ലാതെ, കറകളില്ലാതെ, ഒരു മാലിന്യവും ഇല്ലാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ് സഭ പറയുന്നത്. അപ്പൊ ദാമ്പത്യ സ്നേഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വശം എന്ന് പറയുന്നതാണ് ഭാര്യ-ഭർത്താക്കന്മാര് മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെയുള്ള ആ ഒരു ബന്ധത്തിലേക്കാണ്. നമുക്കറിയാം വിവാഹം ഉദാശയാണ്, അതൊരു ദൈവവിളിയാണ്. ആ ദൈവത്തിന്റെ കാണപ്പെടാത്ത ദൈവിക ജീവൻ മനുഷ്യനിൽ അനുഭവവേദ്യമാകുന്ന ആ ഒരു കൗതാശികമായ അനുഭവമാണ് ദാമ്പത്യ സ്നേഹത്തിലൂടെ നമുക്കുണ്ടാകുന്നത്. ഈ സ്നേഹത്തെ കുറിച്ച് മനഃശാസ്ത്രപരമായി ഞാൻ അനലൈസ് ചെയ്താൽ, മനഃശാസ്ത്രപരമായി സ്ത്രീയുടെ സ്നേഹവും പുരുഷന്റെ സ്നേഹവും ഒരിക്കലും ഒരുപോലെയല്ല. സ്ത്രീക്ക് സ്നേഹം കാണണം, കേൾക്കണം, അനുഭവിക്കണം എങ്കിലേ മനസ്സിലാവും. സ്ത്രീക്ക് സ്നേഹം കാണണം, കേൾക്കണം, അനുഭവിക്കണം എങ്കിലേ മനസ്സിലാവും. പുരുഷൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, അവൻ ലോജിക്കായി ചിന്തിക്കുന്നവൻ. അവനാണെങ്കിൽ ഇവക്ക് എന്നോട് സ്നേഹം ഉണ്ടായിട്ട് എൻ്റെ കൂടെ കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് സ്റ്റഡി ക്ലാസ് ആവശ്യമില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഐ ലവ് യു എന്ന് കെട്ടിയവരോട് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഒരു സ്ത്രീയുടെ സ്ഥാനത്ത് വിളിച്ചാൽ അവൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാനിവിടെ കാണുന്നൊരു കാര്യം, സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാര് പിശുക്കന്മാരാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ പിശുക്കന്മാരാണ്. പിന്നെ ആർക്കുവേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്, ആർക്കുവേണ്ടി ഞാൻ ജോലി ചെയ്യുന്നത്, ആർക്കുവേണ്ടി ഞാൻ ലോൺ എടുത്തത്, ആർക്കുവേണ്ടി ഞാൻ വീട് വെച്ചത്, ഇതൊക്കെ നിനക്ക് നിന്റെ പിള്ളേർക്കും വേണ്ടിയല്ലേ? അതെ, ഇതിനെല്ലാം പുരുഷൻ സ്നേഹമായിട്ട് കാണുമ്പോൾ സ്ത്രീക്ക് അതൊന്നും വേണ്ട. സ്ത്രീ ഒന്ന് ആർക്ക് വേണം ഇതൊക്കെ? എനിക്കിതൊന്നും അല്ല ആവശ്യം. അപ്പൊ എനിക്ക് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കണം. നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് ഇരുന്നിട്ട് എത്ര നാളായി? എൻ്റെ അടുത്ത് ഇരിക്കാറുണ്ടോ? എന്നോടൊന്ന് ചോദിക്കാറുണ്ടോ? എനിക്ക് വയ്യെങ്കിൽ ഞാൻ ആശുപത്രി പോകുമ്പോൾ എൻ്റെ കൂടെ എന്ന് വരാറുണ്ടോ? എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. വേണ്ട, എൻ്റെ അമ്മ ആശുപത്രിയിലായി, നിങ്ങളൊന്ന് ചോദിച്ചോ അവർക്ക് എങ്ങനെയുണ്ടെന്ന്? നിങ്ങൾ ചോദിക്കാറില്ലല്ലോ. സ്ത്രീക്ക് സ്നേഹം എന്ന് പറയുന്നത് വേറെ പലതുമാണ്. അതുകൊണ്ട് ആണുങ്ങൾക്ക് സ്നേഹം അങ്ങനെയല്ല. ആ സ്നേഹത്തിന്റെ തലങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാര് ഒരു തീവ്രതയിൽ സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ അടിത്തറയിൽ കുടുംബജീവിതം മേലേക്ക് കെട്ടിപ്പൊക്കാൻ സാധിക്കും. നമുക്കറിയാം, സ്നേഹം കലഹിക്കുന്നില്ല. വചനം പറയുന്നു, അറിയാം, 1 പറയുന്നു, സ്നേഹം കലഹിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം തിന്മയായി ചിന്തിക്കുന്നില്ല, സ്നേഹമെല്ലാം സഹിക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, സ്നേഹമെല്ലാം വിട്ടുകൊടുക്കുന്നു. അതെ, ദാറ്റ് ഈസ് ലവ്. മാരിറ്റൽ ലവ് എന്ന് പറയുന്നതാണ് വിട്ടുകൊടുക്കുന്ന സ്നേഹം, ശൂന്യവൽക്കരിക്കുന്ന സ്നേഹം. സ്നേഹത്തിന്റെ ഒരു നിർവചനം എന്താണ്? വാട്ട് ഈസ് ലവ്? ദാമ്പത്യ സ്നേഹത്തിന്റെ ഒരു നിർവചനം പറഞ്ഞാൽ വേറൊരാൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള, എന്തും കൊടുക്കാനുള്ള, എന്തും ഉപേക്ഷിക്കാനുള്ള നല്ല മനസ്സിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. കുടുംബജീവിതത്തിലെ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാൻ ആ എന്താ പറയാ, ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്ന പുരുഷനാണ്. ആ സ്നേഹം പിള്ളേർക്കും ഭാര്യയ്ക്കും നിർലോഭം കൊടുക്കാൻ ഒരു പുരുഷന് സാധിച്ചാൽ കുടുംബം ഒരിക്കലും തകർന്നു പോകില്ല. എനിക്ക് കുടുംബം ബാലൻസ് തെറ്റും. നമ്മുടെ ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, അവാർഡ് ഫിലിംസ് പല വീടുകളിൽ. ചായ, 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം 6 ദിവസം 7 ദിവസം 8 ദിവസം 9 ദിവസം 10 ദിവസം 11 ദിവസം 12 ദിവസം 13 ദിവസം 14 ദിവസം 15 ദിവസം 16 ദിവസം 17 ദിവസം 18 ദിവസം 19 ദിവസം 20 ദിവസം 21 ദിവസം 22 ദിവസം 23 ദിവസം 24 ദിവസം 25 ദിവസം 26 ദിവസം 27 ദിവസം 28 ദിവസം 29 ദിവസം 30 ദിവസം 31 ദിവസം 32 ദിവസം 33 ദിവസം 34 ദിവസം 35 ദിവസം 36 ദിവസം 37 ദിവസം 38 ദിവസം 39 ദിവസം 40 ദിവസം 41 ദിവസം 42 ദിവസം 43 ദിവസം 44 ദിവസം 45 ദിവസം 46 ദിവസം 47 ദിവസം 48 ദിവസം 49 ദിവസം 50 ദിവസം 51 ദിവസം 52 ദിവസം 53 ദിവസം 54 ദിവസം 55 ദിവസം 56 ദിവസം 57 ദിവസം 48 ദിവസം 49 ദിവസം 50 ദിവസം 51 ദിവസം 52 ദിവസം 53 ദിവസം 54 ദിവസം 55 ദിവസം 46 ദിവസം 47 ദിവസം 48 ദിവസം 49 ദിവസം 52 ദിവസം 53 ദിവസം 54 ദിവസം 55 ദിവ
രണ്ട് ചോറ് വിളമ്പി കോപ്പി, അതായത് 5-6 വാക്കുകൾ, അധികം സംസാരിക്കാറില്ല. ആ സംസാരം എവിടെ പോയി? കല്യാണത്തിന് മുമ്പ് പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾ എനിക്ക് വരുമ്പോൾ തോന്നാറുണ്ട്, രാത്രി 1:30 വരെ 2:30 വരെ ചാറ്റ് ചെയ്ത് വർത്താനം പറഞ്ഞാലും തീരാതെ ഉറക്കമില്ലാതെ വർത്തമാനം പറഞ്ഞിരുന്നവർ കല്യാണം കഴിച്ചിട്ട് വർത്താനം പറയുന്നില്ല. അപ്പൊ അവരുടെ പരാതി ഇതാണ്, ഇങ്ങനല്ലായിരുന്നു ഈ മനുഷ്യൻ എന്താണ് പറ്റിയത്? വർത്താനം പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു ഭാഗം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കുക. അത് അറ്റ്ലീസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക. ബർത്ത്ഡേസ് ഓർത്തിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തായ്ലൻഡിൽ കൊണ്ടുപോകണമെന്ന്, മലേഷ്യക്ക് കൊണ്ടുപോകണമെന്ന്, സിംഗപ്പൂരിൽ കൊണ്ടുപോകണമെന്ന്, വാഗമണിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഡയമണ്ട് കൊടുക്കണമെന്നോ പട്ടുസാരി കൊടുക്കണമെന്നുമില്ല. ഒരു 10 പേർക്കൂടി ഇവിടെ പഴം ഉണ്ടെങ്കിൽ നമുക്കത് ആഘോഷമാണ്. അത് ഓർത്തിരിക്കുക എന്നുള്ളത്, നമ്മുടെ ഒരാൾ ഓർത്തിരിക്കുന്നു, അയാളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്ന ഫീലിംഗ് ആണ് നമുക്ക് സന്തോഷം തരുന്നത്. ഇത് കിട്ടാത്ത ആളുകളുടെ പല ഭർത്താക്കന്മാരുടെയും പ്രോബ്ലം എന്ന് പറയുന്നത്. ആ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം മുതൽ നിങ്ങൾ കരുതുക, പരസ്പരം കരുതുക. ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ രണ്ടുപേർക്കും മരണം വരെ സൂക്ഷിക്കാൻ പറ്റും. നല്ല ദാമ്പത്യ ബന്ധങ്ങളുണ്ട്, മരണം വരെ സൂക്ഷിക്കുന്ന, നല്ല സ്നേഹം സൂക്ഷിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ പിള്ളേരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ബ്രോക്കൺ ഫാമിലീസിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത്. പണ്ടത്തെ ഫാമിലി പ്രോബ്ലംസ് ഒന്നും അറിയുമ്പോൾ ഞാൻ കാണുന്നത് കുട്ടികളിൽ ഒത്തിരിയേറെ മാനസിക വൈകല്യങ്ങൾ, പിരിമുറുക്കങ്ങൾ, സെക്ഷൽ പെർവേർഷൻസ്, അത് ഭാര്യഭർത്താക്കന്മാർക്കിടയിലും ഞാൻ കാണുന്നുണ്ട്. പണ്ട് എന്താ പറയുക, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ഫാമിലി പ്രോബ്ലംസ് അല്ല ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പണ്ട് കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നിരുന്ന ഒന്നുകിൽ അമ്മായിമ്മ ഒരുപാട് പ്രശ്നം, ഇല്ല നാത്തുമാർ തമ്മിലുള്ള പ്രശ്നം, ഇല്ല എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ തമ്മിലുള്ള എൻ്റെ പേരുള്ള. ഇപ്പോൾ വരുന്ന അങ്ങനത്തെ കേസുകളെ അല്ല. ഹോമോസെക്ഷുവാലിറ്റി കൂടുന്നു, ആണുങ്ങളിൽ കൂടുന്നു, സ്ത്രീകളിൽ കൂടുന്നു, പിള്ളേരിൽ കൂടുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, കുടുംബം വിട്ട് അല്ലെങ്കിൽ നമ്മൾ ജോലിക്കായിട്ട് വേറെ രാജ്യത്തൊക്കെ താമസിക്കേണ്ടി വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറയും. ഇതൊക്കെ സ്നേഹത്തെ ബാധിക്കുകയും യഥാർത്ഥമായ ആ സ്നേഹത്തിന്റെ അനുഭവങ്ങളിൽ ഭാര്യഭർത്താക്കന്മാർ ജയിച്ചാൽ അവർക്കുണ്ടാകുന്ന മക്കളെ സ്നേഹം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് അനുഭവത്തിലൂടെ, സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ വളർത്തുന്നവർക്ക് അവർക്ക് സ്നേഹം കിട്ടും. അതുകൊണ്ട് ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാകണം, ആ സ്നേഹം പ്രകടിപ്പിക്കണം. അതിന് യാതൊരു പിശുക്കും വേണ്ട. നമുക്ക് 2 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഒന്ന് സ്പേസ്, 2 ടൈം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ഒന്ന് നിങ്ങൾ സ്പേസ് കൊടുക്കണം, 2 നിങ്ങൾക്ക് ടൈം കൊടുക്കണം. എല്ലാ ദിവസവും ഇത്രയും ടൈം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രശ്നങ്ങൾ, അന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് തീർത്തിട്ട് ഉറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ പരസ്പരം അംഗീകരിക്കുക. നമ്മളാരും എല്ലാത്തിനും വ്യക്തികളും കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഉള്ളവരാണ്. എല്ലാം തികഞ്ഞ ഒരാൾക്ക് മാത്രമേ എല്ലാം തികഞ്ഞ ഒരാളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടാനുള്ള അവകാശമുള്ളൂ. ആലോചിക്കുക, ഞാൻ എല്ലാം തികഞ്ഞവരാണോ? ഞാൻ എല്ലാം തികഞ്ഞവളാണോ? അല്ലാത്തടത്തോളം കാലം ജീവിത പങ്കാളിയെ ബലഹീനതകളോടുകൂടി സ്വീകരിക്കുക, കുറവുകളോടുകൂടി സ്വീകരിക്കുക. അംഗീകാരത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷ സ്ത്രീയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ആ പുരുഷത്വത്തിന്റെ ഭാവം, അവന്റെ ഹോർമോണിന്റെ പ്രത്യേകത. 15 വയസ്സ് തുടങ്ങി 75 വയസ്സ് വരെ പുരുഷനെ റെഡിയാണ്. പുരുഷന് പുരുഷത്വം കൊടുക്കുന്ന ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്താൽ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇടയ്ക്കൊരു സ്റ്റോപ്പില്ല. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീയിൽ 2 ഹോർമോണാണ്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല സ്ത്രീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബിറ്റ്വീൻ 15 and 45-50 അതിനിടയിൽ ആണ് അവളുടെ നല്ല കാലം എന്ന് പറയുന്നത്. ആ നല്ല കാലം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഒരേ സ്വഭാവമല്ല. പുരുഷൻ എവർ റെഡിയാണ്. ബിറ്റ്വീൻ 15 and 75 അവൻ എവർ റെഡിയാണ്. കാരണം അവന് ഹോർമോൺ ചേഞ്ചസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആ ആറ്റിറ്റ്യൂഡ്സ് അല്ലെ തിങ്കിങ് പാറ്റേൺസ് വേരിയേഷൻസ് ഇല്ലാതെ കൊണ്ടാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് അത് പറ്റില്ല. ഒരു സ്ത്രീക്ക് അവളുടെ ദിവസങ്ങളെ പല ചക്രങ്ങളായി തിരിച്ചിരിക്കുക, 28-30 ദിവസങ്ങളുള്ള പല പീരീഡുകളാണ്. അതിൽ തന്നെ എല്ലാ ദിവസവും ഒരു സ്വഭാവമല്ല. ചില ദിവസം നല്ല സ്വഭാവമായിരിക്കും, ആരോട് വേണമെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും അവൾ സഹിക്കും. പക്ഷെ ചില ദിവസം ഒരു കാര്യം വേണ്ട, നേരെ വെളുക്കുമ്പോൾ തുടങ്ങി ചില തുണിക്കുന്ന പശുവിന്റെ ഏനക്കാണ്. നേരെ വെളുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ചിലപ്പോൾ അവളുടെ പീരീഡ് അടുക്കുമ്പോഴായിരിക്കാം, ഓവുലേഷന്റെ അടുക്കുമ്പോഴായിരിക്കാം, അവളുടെ ഹോർമോൺ വേരിയേഷൻസ് സ്ത്രീയുടെ സ്വഭാവ മാറ്റം ഉണ്ടാകും. എല്ലാ ആൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കണം, എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കിയിരിക്കണം.
അത് സ്ത്രീക്ക് 45-50 കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൂഡാണ്. മെനോപോസ് എന്ന് പറയും. മെനോപോസ് എന്ന് പറയുന്നത് അതിനേക്കാൾ കുഴപ്പമാണ്. പല രോഗങ്ങൾ വരുന്നു. മെനോപോസിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്, സങ്കടം വരുന്നത്. അതേപോലെ തന്നെ ആ സമയത്താണ് അവർ ഡയബറ്റിക് ആവുന്നത്, അവർക്ക് തൈറോയ്ഡ് ഉണ്ടാകുന്നത്, അവർക്ക് പ്രഷർ ഉണ്ടാകുന്നത്, പലതരം പ്രശ്നങ്ങൾ. ഇത് ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്നു. ഹോർമോണിന്റെ പ്രത്യേകത. അപ്പൊ ആ ഹോർമോണിന്റെ പ്രത്യേകത കൊണ്ട് ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളും സ്ത്രീക്ക് വരുന്നു. അപ്പൊ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു അമ്മായിയുടെ പ്രോബ്ലം ഇത് തന്നെയാണ്. അവരുടെ ഹോർമോൺ ചെയ്ത് അവർ ആ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ശരീരവും മനസ്സും വ്യത്യാസപ്പെടും. അവർ ചിന്തിക്കുന്നു, ഞാൻ പാടുപെട്ട് വളർത്തിയ എൻ്റെ മകൻ കൈ വളരുന്നുണ്ടോ, തല വളരുന്നുണ്ടോ, വയറ് വളരുന്നുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന എൻ്റെ മകൻ അവൻ വേറെടുത്തേണ്ടതാണ്. അത് സഹിക്കാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരും. അപ്പൊ അവളുടെ കുറ്റം അവൻ്റെ അടുത്ത് പറയുക, അത് അവരുടെ രസകരമായ ഒരു അനുഭവമാക്കി മാറ്റാം. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പെൺകുട്ടിക്ക് ആവണം. അതായത് നമ്മുടെ ശാരീരികമായ ബലഹീനതകൾ, ഹോർമോണിന്റെ വ്യതിയാനങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വേരിയേഷൻസ് വരുത്തും. ആണുങ്ങളിൽ അതുപോലെ ഒരു വേരിയേഷൻ വരത്തില്ല. അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡ്, ഇവിടെ ഏറ്റവും കൂടുതൽ വിവാഹമൂലത്തിൽ കേസുകൾ കുടുംബ കോടതിയിൽ വരുന്നത് ഫസ്റ്റ് പ്രഗ്നൻസി ആൻഡ് ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് സംബന്ധിച്ച്. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഈസ്ട്രജൻ നിന്ന് പ്രഗ്നൻസി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആദ്യമായി പ്രവർത്തിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. ദേഷ്യം കൂടും, മത്സ്യം കൂടും, ഛർദിയാകും, ശാരീരികമായ അസ്വസ്ഥതകൾ. അപ്പോഴാണ് അമ്മ പറയുന്നത്, ബാക്കിയുള്ള 5-6 ദിവസം എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഇപ്പോഴത്തെ സ്റ്റൈല് ഓരോരുത്തർക്ക് കണ്ടില്ലേ, അന്ന് വന്നപ്പോഴേ അവൾ തുടങ്ങി അത് മുക്കിക്കൊണ്ട് നടക്കാൻ ഇവിടെ ഒരുത്തനും. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ സാധാരണ ഉണ്ടാകാൻ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അംഗീകരിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. വീട്ടിൽ അംഗീകരിക്കപ്പെടാത്ത, വീട്ടിൽ അംഗീകാരം കിട്ടാത്ത ഒരാളെ സമൂഹം അംഗീകരിക്കില്ല. അത് ഭർത്താവായാലും ഭാര്യയായാലും രണ്ടുപേരും. വീട്ടിൽ അംഗീകരിക്കാത്ത ഒരു പുരുഷനെ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. ഭാര്യയും മക്കളും അംഗീകരിക്കുന്ന ഒരാൾക്കാണ് സമൂഹത്തിൽ അംഗീകാരം കിട്ടപ്പെടുക. അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ താഴ്ത്തി കെട്ടി സംസാരിക്കാതിരിക്കുക. ഭാര്യയ്ക്ക് കുറ്റമുണ്ടാകും, കുറവുണ്ടാകും. അവളെ വിചാരണ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും പരസ്യമായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് അവളുടെ കുറ്റങ്ങളും കുറവുകളും വിളിച്ച് പറയരുത്. അവള് നല്ലത് നിങ്ങൾ പറയേണ്ട, മിണ്ടാതിരുന്നു. എന്നാലും കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ അവക്കൊരു മാനസികമായ അസ്വസ്ഥതയാണ്. പറയാൻ പറ, ഓക്കെ കയറി കഥ കടച്ച് നീ പറഞ്ഞത് തെറ്റാണ്, അല്ലെ നീ പറഞ്ഞ് ഇങ്ങനെയല്ല, പക്ഷെ എനിക്ക് അമ്മയോട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? അല്ലാതെ ഒരു കുടുംബ സമ്മേളനത്തിൽ വെച്ച് ഇവളെ പരസ്യമായി നിങ്ങൾ ഒരിക്കലും വിചാരണക്കെടുക്കരുത്, താഴ്ത്തി കെട്ടി സംസാരിക്കരുത്. അതുപോലെ തന്നെ അംഗീകാരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വേറൊരു കുടുംബത്തിലേക്ക് ചെന്നത് പുരുഷൻ അങ്ങനെയല്ല. നമ്മൾ വീട് ഉപേക്ഷിച്ച്, നാട് ഉപേക്ഷിച്ച്, മാതാപിതാക്കൾ ഉപേക്ഷിച്ച്, അതുവരെ ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു കുടുംബത്തിലേതായി മാറും. നമ്മുടെ അഡ്രസ് മാറി. നമ്മുടെ അഡ്രസ് മാറി, പുരുഷന്റെ അഡ്രസ് മാറുന്നില്ല. അപ്പൊ നമ്മുടെ അഡ്രസ് മാറി ഈ കുടുംബത്തിലേതായി വരുമ്പോൾ അപ്പൊ ഇതിനെ സ്വന്തം വീടായിട്ട് കാണാനുള്ള സംശയം രോഗമാണ്. അതുകൊണ്ട് വിശ്വസ്തത പാലിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അച്ചടക്കമുള്ള ഒരു കുടുംബ ജീവിതം, അച്ചടക്കമുള്ള ഒരു കുടുംബ ജീവിതം. അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് അല്ലെങ്കിൽ എന്തായാലും ഫോണോ ഐപ്പോഡോ ചെയ്താൽ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പെറന്റ് ആയിരിക്കുക, എല്ലാ കാര്യത്തിലും ട്രാൻസ്പെറന്റ് ആയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വിശ്വസ്തത പാലിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുവിട്ട് വീഴുക. ഒരാളെ വീഴുമ്പോൾ മറ്റൊരാളെ വീഴാതിരിക്കുക, അതാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ല എന്താ പറയുക, അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരാൾ ചൂടാകുമ്പോൾ വേറൊരാൾ ചൂടാണ്ടിരിക്കുക. കുടുംബജീവിതമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ലോകത്തിലേക്ക് വലിയ കളത്തരാണ്. കാരണം ഒരാളും പെണ്ണും തമ്മിൽ താമസിക്കും, രണ്ട് കുടുംബത്തിൽ പെടുന്നവരും തമ്മിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആണിന്റെ വ്യക്തിത്വം പെണ്ണിന്റെ വ്യക്തിത്വം ഒന്നല്ല. ആ വ്യക്തിത്വങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ക്ലാഷസ്, മനസ്സിലുകൾ ഉണ്ടാകും. കാരണം നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. 1 പാരമ്പര്യം, 2 സാഹചര്യം, 3 മാതൃകകൾ. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അപ്പന്റെ അമ്മയുടെ കൈകളിലൂടെ നമ്മളിൽ വന്നു വിടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതും, 23, 23, 46 ക്രോമസോമുകൾ ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 കണക്കിന് ജീനാണ്.
46 ക്രോമസോമുകൾ ഒരുമിച്ച് വരുമ്പോൾ ഏതാണ്ട് 4-5 ലക്ഷം ജീനുകൾ ഒരുമിച്ച് വരിക. ഈ 5.5 ലക്ഷം ജീൻ എന്ന് പറയുന്ന അപ്പൻ്റെ അമ്മയുടെ മാത്രമല്ല, അത് വല്യപ്പൻ്റെയോ എന്നമ്മയുടെയോ കാരണന്മാരുടെയോ ചിലപ്പോൾ 5 തലമുറ 6 തലമുറ പിറകിൽ ജീവിച്ചതുപോലെ പ്രത്യേകത വരെ നമുക്ക് കയറി വരാം. ചിലപ്പോൾ എന്നെ കണ്ടാൽ ഒരു 5 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന ഒരു വില്യമിച്ച പോലെ തന്നെയാവാം. അവർ 70ാമത്തെ വയസ്സിൽ ക്ലോസ് ആയെങ്കിൽ എനിക്ക് യാതൊരു സംശയമില്ല, 70 ക്ലോസ് ആയാൽ പറ്റും. ബട്ട് അവർ 90-ലാണെങ്കിൽ എനിക്ക് ഇച്ചിരി വകുപ്പുണ്ട്, 90-ൽ ഞാൻ ക്ലോസ് ആകത്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ജീനിലൂടെ വരുന്നത് നമുക്ക് മാറ്റാൻ പറ്റും. ജനറ്റിക്കലായിട്ടുള്ള പ്രത്യേകതകൾ, അതിപ്പം ചില വൈകൃതങ്ങൾ, ലൈംഗിക വൈകൃതങ്ങളൊക്കെ അങ്ങനെ വരാം. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, ജീനിലൂടെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആണ് പെണ്ണും 2 ജീൻ അല്ലെങ്കിൽ 2 പാരമ്പര്യങ്ങളുടെ ഉടമകളാണ്. ഇനി രണ്ടാമത് അവർ വളർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൻ അമ്മ ജോയിന്റ് ഫാമിലി വളരുക, ഒറ്റയ്ക്ക് വളരുക, അപ്പൻ ഇട്ടിട്ട് പോയി വളരുക, അമ്മ മരിച്ചു പോയി വളരുക, അല്ലെങ്കിൽ വല്യമ്മയുടെ വല്യപ്പൻ്റെ കൂടെ വളരുക. ഇങ്ങനെയുള്ള വളർത്തപ്പെടലുകളിലെ സാഹചര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തെ ബോണ്ട് ചെയ്യും. അപ്പൊ ഈ ഭാര്യയുടെ ഭർത്താവിന്റെ സാഹചര്യങ്ങൾ രണ്ടാണ്. പിന്നെ റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ മാതൃകകളാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ നേടിയ ഒരാളെ മാതൃകയാക്കണമെന്നില്ല, നന്നായിട്ട് കണ്ടടിച്ച് നടക്കുന്ന ഒരാളെ മാതൃകയാക്കണം, പരാജയപ്പെട്ട ഒരാളെ മാതൃകയാക്കാം, ചിലപ്പോൾ എന്താ പറയുക ഒരു കൂലിത്തല്ലുകാരനെ മാതൃകയാക്കാം, ഏത് തരത്തിലേക്കെന്നല്ല. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന 3 ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത്: പാരമ്പര്യം, സാഹചര്യം, മാതൃകകൾ. പാരമ്പര്യം മാറ്റാൻ പറ്റില്ല, സാഹചര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്, പക്ഷെ നമുക്കതിനെ വേണമെങ്കിൽ മോഡലിൽ മാറ്റിയെടുക്കാം. പിന്നെ റോൾ മോഡൽസ്. അപ്പൊ ആണും പെണ്ണും ഒരുമിച്ച് വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഈ വോയിസിൽ വരുന്നത്. അതാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. ഒരാൾ ചൂടാകുമ്പോൾ മറ്റൊരാൾ ചൂടാവാണ്ടിരിക്കുക. ചില ദിവസം നമ്മുടെ പുറകെ വരുന്നുണ്ട് ലേഡി കേട്ടില്ലേടി മറ്റവളെ മറിച്ചവളെ, നമ്മുടെ കുഴിയിൽ കിടക്കുന്ന വലിയ പൂപ്പന അവര് പൊക്കും. നമ്മുടെ വലിയ പൂപ്പനെ അവർ പൊക്കുമ്പോൾ ന്യായമായിട്ട് അവരുടെ അപ്പനെങ്കിലും പോകണം. ഇപ്പൊ 2 പേരും കൂടെ പൊക്കാൻ പോയാൽ കുഴി കിടക്കാനുള്ള ആരും കാണത്തില്ല, മൊത്തം എഴുന്നേറ്റ് കിടക്കും. ഇറ്റ് ഈസ് ബെറ്റർ, ഞാൻ പറയുന്നത് ചൂടാവട്ടെ, പറയട്ടെ. 2 മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒന്നിൽ ഐ എഗ്രി വിത്ത് യു മെത്തേഡ്. ചേട്ടാ പറഞ്ഞ സത്യം എൻ്റെ ശരി, എനിക്കത് തോന്നുന്നു. പിന്നെ ഞാനായിട്ടൊക്കെ ചേട്ടായിട്ട് പറയുന്നത് എനിക്ക് ശരിയായിരുന്നു. ചേട്ടായി ഞാൻ സംഭവിച്ചു, പിന്നെ പരാതിയില്ലല്ലോ. ഐ എഗ്രി വിത്ത് യു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആ സമയത്ത് ഒന്നും ഇല്ലാതെ മാറുക. ഏതെങ്കിലും സമയം ഈ മനുഷ്യന് നന്നായിട്ടിരിക്കുമ്പോൾ ചെന്ന് ചോദിക്കണം, ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ അവരെ വേശ്യെന്ന് വരെ വിളിച്ചിട്ടുണ്ടാവൻ, ചേട്ടായിക്ക് അറിയാമോ ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അതെന്തോ ഒരു വേദന വിളിച്ചു. ചേട്ടായിക്ക് മനസ്സിലാവുക. അപ്പൊ അവന് പറയാൻ പറ്റും, എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടുകള ഓട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്ന വിട്ടുകളയാണ്. കുടുംബജീവിത വിജയത്തിന് ഓർമ്മശക്തി വേണ്ട. പക്ഷെ എനിക്ക് വരുന്ന കേസുകളിൽ ഓർമ്മശക്തി കൂടുന്നതോറും കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നു. അതായത് നമ്മൾ കേട്ട് ഇത് മുഴുവൻ കൂട്ടി വെച്ചിട്ട് ഒരു 7 വെച്ച് അതിന്റെ മണ്ട കയറി ഇരിക്കുക. ഒരു വടക്ക് ഒരു ഇതെല്ലാം വിളിച്ചു പറയും. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ, ഇത് ഞാൻ പെണ്ണുകാണാമെന്ന് പറഞ്ഞു തുടങ്ങിയതോ, അന്ന് ഞാൻ നിങ്ങളെ കണ്ടുവെച്ചതോ, അന്ന് ഞാൻ നിന്നെ ഓർത്തു വെച്ചതോ, ഇങ്ങനെ പറഞ്ഞാണ് പ്രശ്നങ്ങൾ കൂടുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു സൈക്കോളജിക്കൽ മെത്തേഡ് പറയുകയാണ്. ഒരു ദിവസത്തിൻ്റെതായ പ്രശ്നം, ഒരു ദിവസത്തിൻ്റെതായ പ്രശ്നം മതി. കഴിഞ്ഞുപോയ ഇന്നലകളുടെ പ്രശ്നങ്ങളെ കൂട്ടിവെച്ച് അതിന്റെ മണ്ടം കയറിയെന്ന് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് ജീവിക്കാനാവില്ല, നമുക്കൊരിക്കലും ചിരിക്കാനാവില്ല, നമുക്കൊരിക്കലും സന്തോഷിക്കാനാവില്ല. പോട്ടെ, സാരമില്ല, ഒക്കെ ശരിയാവും. ഞാനല്ലേ നിന്റെ കൂടെയുള്ളത്. നമുക്കങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലൂടെ കുടുംബജീവിതത്തെ മനോഹരമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് ചെയ്യേണ്ടത് കല്യാണം തുടങ്ങുന്ന നാൾ മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തുറന്ന് സംസാരിക്കുന്ന ഒരു നല്ല സൗഹൃദം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. അതായത് ഭാര്യയും ഭർത്താവും മാത്രമായിട്ടൊരു സർക്കിൾ, ആ സർക്കിളിൽ വേറെ ആരും വേണ്ട. അതിനകത്ത് നിങ്ങൾ മാത്രം മതി. അതിന് വെളിയിലൊരു സർക്കിൾ, അതിനകത്ത് നിങ്ങളുടെ അപ്പനോ അമ്മയോ നിങ്ങളുടെ ആൾക്കാരോ. അതിന് വെളിയിൽ വേറൊരു സർക്കിളിലാണ് അയൽവക്കക്കാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ. അതായത് ആദ്യത്തെ സർക്കിളിൽ വേറെ ആരും കയറണം. നിങ്ങൾക്ക് മാത്രം മതി. നിങ്ങൾക്ക് 2 മാത്രമായിട്ടൊരു ലോകം, ഒരു പ്രൈവസി. അത് നിങ്ങളുടെ ബെഡ്റൂം. അവിടെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വൈകിട്ടൊന്ന് ചോദിക്കണം, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യയോട് കഴിച്ചത് അല്ല എന്തൊക്കെ ഉണ്ടായി, അല്ലെ അവിടെ ഓഫീസിൽ നിന്നാണ് വരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ബാക്കി പറയാനുണ്ടാവും.
ഓഫീസിലെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പല നിർത്ത നാളെ അവിടുന്ന് വീട്ടിലേക്ക് അവിടുന്ന് അടക്കി ചോദിക്കാം. പക്ഷേ ലിസണിങ് ഈസ് എ സ്കിൽ. നല്ലൊരു ലിസണർക്ക് നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു ലിസണർക്ക് നല്ലൊരു ഭാര്യയുമാണ്. അവളെ കേൾക്കുക, അവളുടെ പ്രശ്നങ്ങളെ കേൾക്കുക, അവനെ കേൾക്കുക. പരിഹാരമൊന്നും വേണ്ട. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പരിഹാരം നിർദ്ദേശിക്കലല്ല. അവിടെ ലിസണിങ് ആണ് കൗൺസിലിംഗിന്റെ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത്. മണിക്കൂറുകളോളം പറഞ്ഞത് തന്നെ പിന്നെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. അപ്പൊ കേട്ട് കഴിയുമ്പോൾ അവരോട് ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ഒരു മറുപടി എടുത്തുകൂടെ എന്നുള്ളൊരു ചെറിയ ചോദ്യത്തിലായിരിക്കും ചിലപ്പോൾ അവർ മാറിപ്പോകുന്നത്. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും പറ്റുന്ന കാര്യങ്ങളാണ്. തുറന്ന് സംസാരിക്കുന്ന നല്ല സൗഹൃദങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലില്ല. പണ്ടത്തെ നമ്മുടെ ജോയിന്റ് ഫാമിലീസിൽ ഇത് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ വളരെ ചെറിയ വീടായിരുന്നു, കറണ്ടിലായിരുന്നു, നമുക്ക് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മണവിളക്കിന്റെ വെളിച്ചത്തിൽ വെല്ലുവിനും എല്ലാവരും വട്ടത്തിലിരുന്ന് കപ്പ വെച്ചതോ ചക്ക വെച്ചതോ കഞ്ഞിയോ കുടിച്ച് അവിടെ നിന്ന് എല്ലാവരെയും വിമർശിച്ചു, എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു. അവിടെ കുടുംബ സദസ്സുണ്ട്. ആ കുടുംബ സദസ്സുകൾ നമുക്ക് ഇന്ന് അന്യമായിരിക്കുന്നു. എല്ലാവരും അവനവന്റേതായ തുരുത്തിലേക്ക് വരിക, അവനവന്റേതായ തുരുത്തിലേക്ക്. പിള്ളേരെ കിട്ടത്തില്ല, ഭാര്യ കിട്ടത്തില്ല, ഭർത്താവിനെ കിട്ടത്തില്ല. എല്ലാവരും അവനവന്റേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ലിസൺ ചെയ്യുക. ഭാര്യമാരോട് ഞാൻ പറയുന്നത്, ഭർത്താവ് ചിലപ്പോൾ കള്ളു കുടിച്ചിട്ടായിരിക്കും വരുന്നത്. കള്ളു കുടിച്ചിട്ട് വരുന്ന മനുഷ്യനോട് അന്നേരം നമുക്ക് ശരിയാക്കാനൊന്നും പറ്റത്തില്ല. കള്ളു കുടിക്കാതിരിക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ബോധം, പല ഭാര്യമാരും പറയാറുണ്ട്, കള്ളു കുടിച്ചു കഴിയുമ്പോൾ ബോധം കഴിയുമ്പോൾ എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ ആ സമയത്ത് അങ്ങനെ നന്നാക്കാൻ പറ്റില്ല. മദ്യപാനം ഒരു രോഗമാണ്, അല്ലാതെ അത് ഒരു കുറ്റമെന്ന് പറയാൻ പറ്റില്ല. അത് കുറ്റമായിട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ അത് രോഗമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ആദ്യമേ ചെയ്യേണ്ട ഒരു ഭാഗം ജീവിത പങ്കാളിയെ ലിസൺ ചെയ്യാനുള്ള മനസ്സ്, തുറന്ന് സംസാരിക്കുന്ന നല്ല സൗഹൃദങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ഏതെങ്കിലും വീട്ടിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഏതെങ്കിലും വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ, ഒരുമിച്ച് ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, ഒരുമിച്ചിരുന്ന് ഇത്തിരി നേരമെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. യാതൊരു സംശയമില്ല. അവിടെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഈ 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. ഈ ലോക്ക്ഡൗൺ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ഏതാണ്ട് ഒരുമിച്ചിരുന്നത് ആഹാരത്തിലേക്ക് വന്നിട്ടുണ്ടോ. ഇനി എങ്ങനെയായിരുന്നു ഒരുമിച്ച് രാവിലെ ഉച്ചയ്ക്കും എല്ലാം കഴിക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും ഒരു നേരം ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഒത്തിരി നേരം കണ്ടെത്തുക. ദ ഫാമിലി ദാറ്റ് ട്രൈസ് ടുഗദർ ദാറ്റ് സ്റ്റേസ് ടുഗദർ എന്നൊരു ചൊല്ലുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്നു. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങാടിമേൽ നമ്മൾ പച്ചമരം അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പഴയ കുടുംബങ്ങളിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. വലിയ പെരുമയും കൊച്ചുമക്കളൊക്കെ കൂടി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. ഇപ്പം ഇതൊക്കെ പോയിട്ട് പ്രാർത്ഥനയാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. പല കുടുംബങ്ങളിലും എനിക്കറിയാം. ഇപ്പോൾ കുറച്ച് ടി വിയിലൊക്കെ കുർബാനയൊക്കെ കാണുന്നത് പള്ളിയെ അടച്ചിട്ട് നമുക്ക് ആഗ്രഹം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനെ ഞാനൊരു നല്ല പോസിറ്റീവ് സൈഡായിട്ട് കാണുന്നില്ല. ഇതെല്ലാം മറക്കും, നമ്മുടെ ഒരു കുഴപ്പമില്ല, പലതും വന്നു മറക്കും. പക്ഷെ അതുകൊണ്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരോട് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ എടുത്തു പറയാനുള്ള കാരണം എനിക്കിപ്പോൾ വരുന്ന ഏറ്റവും കൂടുതൽ കേസുകളിൽ നിരീശ്വരവാദികളായ പിള്ളേരുടെ മുഴുവനും ചെറുപ്പക്കാരുടെ മുഴുവനും ആൺകുട്ടികളോട് കിടന്നത് എനിക്ക് വരുന്ന കേസുകൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വരുന്ന കേസുകളിൽ സാത്താൻ സേവക്കാരുണ്ട്, ഓജോ ബോർഡ് കളിച്ചിട്ട് അതുവഴി പോകുന്നവരുണ്ട്, പിന്നെ വേറെ പല പൂജകളും നടത്തുന്നവർ, ഒന്നാമത് കത്തോലിക്കൽ ബോർഡിൽ വളർന്ന് M.Tech PhD എടുത്ത ആളുകൾ ഇങ്ങനെ വഴി പിടിച്ചു പോയിട്ട് മാതാപിതാക്കൾ അറിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കല്യാണം കഴിക്കാനായിട്ട് വന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞ ഭാര്യമാരിത് മനസ്സിലാക്കി വരുന്ന കേസുകൾ എനിക്ക് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വീട്ടുകാരോട് ഞാൻ പറയുകയാണ്, നേരത്തെ തന്നെ അന്വേഷിക്കണം. പള്ളി പോകുന്നുണ്ടോ, അവൻ കുമ്പസാരിക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു കേസ് ഇങ്ങനെ തന്നെയാണ്. അവന് ചെന്നൈയിലായിരുന്നു, ഒരു മുറിയിൽ വെച്ച് തലകൊട്ടി വിളിച്ച് പൂജ നടത്തുന്നു, ഭാര്യ മേടിച്ചു, ഭാര്യ മേടിച്ചെന്ന് അവളെ കൊണ്ട് വന്ന ഒരു കേസാണ്. ചോദിച്ചപ്പോൾ അവന് വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പള്ളി പറയുന്നു. ചോദിച്ചു ബാബു ഒരു വിദ്യാർത്ഥി അങ്ങനെ കുമ്പസാരിച്ചു. അപ്പോൾ നീ എന്താ കുമ്പസാരിച്ചു? എല്ലാവരും കുമ്പസാരിച്ചു, കുമ്പസാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ കള്ളക്കുമ്പസാരല്ല, വേറെ കുഴപ്പമില്ല. അപ്പൊ പേരൻസിനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരോട് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ആ വീട്ടിൽ പോലും ഞങ്ങളുടെ കൂടെ അല്ല, M.Tech ഞങ്ങളുടെ കൂടെ അല്ല, PhD ഞങ്ങളുടെ കൂടെ അല്ല. ഇവിടെയാണ് കുഴപ്പം. ചില കൂട്ടുകാരുടെ
സ്വാധീനങ്ങളായിരിക്കാം, ചില സിനിമകളുടെ സ്വാധീനങ്ങളായിരിക്കാം, ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ കാണുന്ന പലതും അതെല്ലാം സത്യമാണെന്ന് പറയാനാവില്ല നമുക്ക്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന ഉറച്ച ദൈവവിശ്വാസമുള്ള ജീവിത പങ്കാളിയെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. കല്യാണത്തിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, പെണ്ണ് കാണാൻ വരുമ്പോഴേ, പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴേ ദൈവവിശ്വാസം ഉണ്ടോ, പള്ളി പോകാറുണ്ടോ, ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ അന്വേഷിച്ചറിഞ്ഞ് ദൈവവിശ്വാസമുള്ള പിള്ളേർക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല കുടുംബ ബന്ധങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുടുംബ ജീവിതം തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. നമുക്ക് ആദ്യത്തെ ദിവസം, ആദ്യ രാത്രി ഞാൻ പറയാറുണ്ട്, അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്. തോബിത്തിന്റെ പുസ്തകത്തിൽ കൊച്ചു തോബിയാസ് കല്യാണം കഴിക്കാൻ വരുന്ന ചിത്രമുണ്ട്. കൊച്ചു തോബിയാസ് കല്യാണം കഴിക്കാൻ വരുന്നു സാറ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ. അതിന് മുമ്പ് അവിടെ 7 പേര് കിട്ടിയതാണ്. അവളോട് ഉറങ്ങാൻ വരികയാണ് തോബിയാസ്. ആദ്യത്തെ രാത്രിയിൽ ഉറങ്ങാൻ വരുമ്പോൾ തോബിത്ത് കല്യാണാലോചന തുടങ്ങുമ്പോഴേ സാറായുടെ അപ്പൻ തന്നെ തോബിത്തിനോട് പറയുന്നുണ്ട്, മോനെ തോബിയാസേ, നീ എന്റെ പെണ്ണിനെ കെട്ടണ്ട. എന്റെ പെണ്ണിനെ കെട്ടിയൊരാരും പിറ്റേ ദിവസം പ്രഭാതം കണ്ടിട്ടില്ല. എന്റെ പൊന്നുമോനെ യാത്രയൊക്കെ ഉപേക്ഷിക്കണം. അവൻ പറഞ്ഞു, ഇല്ല, ഒരു രാത്രിയെങ്കിലും ഈ രാത്രി, ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം എനിക്ക് അവളെ മതി. അങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞു. അവരെ ജീവിക്കാൻ കയറ്റിവിട്ടിട്ട് ഈ പെണ്ണിന്റെ അപ്പൻ, സാറയുടെ അപ്പനായ റെഗുവേൽ തൂമ്പ എടുത്തോണ്ട് 8ാമത്തെ ശവക്കുഴി തോണ്ടുക. അതിനു മുമ്പ് 7 പേര് കുഴിച്ചിട്ട് കഴിയുന്നത് ഇവരുടെ ഭർത്താക്കന്മാരായിട്ടാണ്. 8ാമത്തെ ശവക്കുഴി തോണ്ടുന്നു. രാത്രി മുഴുവൻ ഉണർന്നിരുന്ന സ്വന്തം മരുമകന് വേണ്ടി. ഈ സമയത്ത് തോബിയാസ് മുറിയിൽ പ്രവേശിച്ചു. ഭാര്യ സാറയോട് പറഞ്ഞു, നമുക്ക് ഒരു നിമിഷം കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. തോബിയാസ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, രാജാക്കന്മാരുടെ ദൈവമേ, പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രണയത്താലാണ്. കരുണ തോന്നണമേ ഞങ്ങളോട്. വാർദ്ധക്യം വരെ ഞങ്ങളെ വേർപെടുത്തരുതേ. ഒരുമിച്ച് ജീവിക്കാനുള്ള കൃപ തരണേയെന്ന് കരഞ്ഞ് മനസ്സുരുകി തോബിയാസ് പ്രാർത്ഥിച്ചു. എല്ലാം കേട്ടോണ്ട് അടുത്തുള്ള സാറ പറഞ്ഞു, ആമേൻ. ആമേൻ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. അപ്രകാരം സംഭവിക്കട്ടെ എന്ന്. 2 പേരും കൂടി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സുഖമായി ഉറങ്ങി. ഇപ്പുറത്ത് കുഴിവെട്ടാണ്. രാവിലെ കുഴിവെട്ടെല്ലാം കഴിഞ്ഞ് അമ്മായിയച്ഛനായ പരിചാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെ ശവടത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അവൾ ചെന്ന് നോക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങുന്ന ഭാര്യഭർത്താക്കന്മാരെ കണ്ടു. അവൾ ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞു, അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിക്കുന്നു. പിന്നെ നമുക്കറിയാം അവള് ഭയങ്കര സന്തോഷമാണ്. 14 ദിവസങ്ങൾ ഈ ആഘോഷം നീണ്ടു നിന്നെന്നാ പറയുന്നത്. കല്യാണത്തിന്റെ ആഘോഷം 14 ദിവസങ്ങൾ നീണ്ടു നിന്നു. 14 ദിവസം കഴിഞ്ഞ ചെറുക്കൻ പെണ്ണും കൊണ്ട് ചെറുക്കൻ വീട്ടിൽ പോകും. അങ്ങനെ പോകാൻ നേരം ഈ അമ്മായിയച്ഛനായ റഘുവേൽ ഈ പിള്ളേർക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. ഞാൻ ആ ഉപദേശം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. അമ്മായിയച്ഛനായ റഘുവേല് തോബിയാസിനോട് പറയുകയാണ്, മകനെ തോബിയാസേ, ഞാൻ എന്റെ കണ്ണിൽ ഉണ്ണിയായി വളർത്തിക്കൊണ്ട് വന്ന എന്റെ പൊന്നു മോളെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ എന്റെ കുഞ്ഞിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നീ എന്റെ കുഞ്ഞിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും അപ്പന്മാർക്ക്, അമ്മമാർക്ക്, സ്വന്തക്കാർക്ക് ആ പിള്ളേരോട് പറയാനുള്ളതാണിത്. മകനെ തോബിയാസേ, ഞാൻ എന്റെ കണ്ണിൽ ഉണ്ണിയായി വളർത്തിക്കൊണ്ടുവന്ന എന്റെ പൊന്നു മോളെ നിനക്ക് തരിക. നീ അവളെ പൊന്നുപോലെ നോക്കണേ, നീ അവളെ ദുഃഖിപ്പിക്കരുതേ. എന്നിട്ട് അച്ഛനായ റഘുവേല് സ്വന്തം മകളുടെ നേരെ തിരിഞ്ഞു, മോളെ സാറ, നീ ഇന്ന് നിന്റെ ഭർതൃഗ്രഹത്തിലേക്ക് യാത്രയാവുക. ഇന്നു മുതല് ഈ വീട് നിന്റെ വീടല്ല. ഇന്നു മുതല് നിന്റെ ഭർത്താവിന്റെ വീടാണ് നിന്റെ വീട്. നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. നീ അവിടെ ചെന്ന് ആ കുടുംബത്തിനു വേണ്ടി ജീവിക്കണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഒരു മിസ് കോൾ തന്നാൽ മതി, പപ്പ ഓടി വരാമെന്നൊന്നും റഘുവേൽ പറഞ്ഞില്ല. റഘുവേൽ പറഞ്ഞത്, ഇന്നു മുതൽ ഈ വീട് നിന്റെ വീടല്ല, നിന്റെ ഭർത്താവിന്റെ വീടാണ് നിന്റെ വീട്. നീ അവിടെ ചെന്ന് ആ കുടുംബത്തിനു വേണ്ടി ജീവിക്കണം. അവസാനം കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് വൃദ്ധനായ റഘുവേൽ മകൾക്ക് ഒരു ഉപദേശം കൂടെ കൊടുത്തു. മോളെ സാറ, നിന്നെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ ഈ വൃദ്ധന് ഇടവരട്ടെ. എത്ര മനോഹരമായ ഉപദേശം! എല്ലാ പെൺകുട്ടികളോടും ഞാൻ കരുതുന്നു മനോഹരമായ ഉപദേശമാണ്.
നിന്നെ കുറിച്ച് വേദനിക്കാൻ ഈ മാതാപിതാക്കൾക്ക് ഇടവരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റണം. രണ്ടുപേർക്ക് കൂടി സന്തോഷമായി സമാധാനമായി ദൈവത്തെ മുൻനിർത്തി ആദ്യ രാത്രിയിലും മുതൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് ജീവിതം തുടങ്ങിയ തമ്പുരാൻ നിങ്ങൾക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തും. നിങ്ങൾക്കൊരു കോട്ട കെട്ടുപോകുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ ബൈബിളിൽ 366 പ്രാവശ്യം പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ദൈവത്തെ സാക്ഷി നിർത്തി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് കയറാം. അതുകൊണ്ട് എത്ര അകലങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരാൾ യുകെയിലാണോ, ഒരാൾ കേരളത്തിലാണോ, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? നിങ്ങൾ ഒത്തിരിയേറെ പെണ്ണുങ്ങൾ വഴക്ക് പിടിക്കാൻ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്തതിന് നിങ്ങൾ എന്തുമാത്രം മെസ്സേജുകൾ അയക്കുന്നു. വൈകിട്ട് കിടക്കുന്നവരൊന്ന് വിളിക്കുക, എന്നിട്ട് പറ സർവസനായകാരുടെ ചൊല്ലി ഞാൻ ബാക്കിയില്ലാടി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിച്ചിട്ട് എത്ര അകലങ്ങളിലാണെങ്കിലും പറ്റും. അടുത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അവിടെയാണോ, ഞാൻ ഇവിടെയാണോ, അങ്ങനെ ടെക്നോ പാർക്കിലാണോ, ഞാൻ ഇൻഫോ പാർക്കിൽ കൊച്ചിയിലാണോ, അതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് the family that prays together, that stays together, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, നമുക്ക് ആരെയും മാറ്റിയെടുക്കാനാവില്ല. ആരെയും മാറ്റിയെടുക്കുമ്പോൾ കുടുംബജീവിതവും സാധ്യമല്ല. എല്ലാം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് തന്നെ. അതുകൊണ്ട് പങ്കാളിയെ അറിയുക, പങ്കാളിയുടെ മനസ്സറിയുക, മനപ്പൊരുത്തം. അത് ഹൈന്ദവ ശാസ്ത്രത്തിൽ പറയുന്ന പൊരുത്തം അല്ലെങ്കിൽ പറയുന്നത് 10 പൊരുത്തം ഉണ്ടായിട്ടുള്ള അങ്ങനത്തെ പൊരുത്തമല്ല. മനസ്സുകൾ തമ്മിൽ ചേരണം, ശരീരങ്ങൾ തമ്മിൽ ചേരണം, ഹൃദയങ്ങൾ തമ്മിൽ ചേരണം, കുടുംബങ്ങൾ തമ്മിൽ ചേരണം. അതിന് നിങ്ങൾ ആദ്യം തന്നെ ഒരു തീരുമാനമെടുത്താൽ മതി. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഞങ്ങളായിക്കൊണ്ട് ഈ പരിപാലനമായ ബന്ധം ബ്രേക്ക് ചെയ്യുന്ന കാരണം ഉണ്ടാക്കില്ല. വെറുതെ ഇരുന്ന് ചൊറഞ്ഞു പ്രശ്നങ്ങളുണ്ടാക്കി കൗൺസിലിംഗ് ക്ലിനിക്കുകളിലൂടെയും മനോരോഗ വിദഗ്ധന്മാരുടെ അടുത്ത് പോയി ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം. ഈ അഭിപ്രായത്തിലേക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ശാന്തമായിട്ട് ഇരുന്ന് തുറന്ന് സംസാരിച്ച് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ നോക്കുക. അല്ലാതെ നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടുപിടിക്കരുത്. ഞാൻ രണ്ടു കൂട്ടരോട് ഞാൻ പറയുന്നത്, കാരണം അവനവൻ്റെ മാതാപിതാക്കൾ അവനവൻ്റെ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു. യാതൊരു സംശയമില്ല. എൻ്റെ മകളെ വേദനിപ്പിച്ചെടുത്തിട്ട് കൊടുക്കണമെന്ന് അവിടെ വീട്ടുകാരും അല്ല, എൻ്റെ ചെറുക്കനെ വശിപ്പിച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതും അവരിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പെൺകുട്ടികളോട് ഞാൻ പറയുക, കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ തത്സമയ സംരക്ഷണം വേണ്ട. ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഉദ്ദേശം വേണ്ടിയിട്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിക്കരുത്. അവിടെ ചോദിക്കുന്നത് എന്താ കറി വെക്കണമെങ്കിലോ അമ്മയോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട്, അമ്മ പറയുന്ന പോലെ. അതുകൊണ്ട് മാതാപിതാക്കൾ ഞാൻ പറയുന്നു, മക്കളെ വിട്ടേക്കുക. നിങ്ങൾ രണ്ടും മാത്രമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അറിവുള്ള ആരുടെയെങ്കിലും എടുത്ത് തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അല്ലാതെ മതവാദിയുടെ അടുത്തും പ്രാർത്ഥനക്കാരൻ്റെ അടുത്തും അല്ലെങ്കിൽ കൈനോട്ടക്കാരൻ്റെ അടുത്തും ഒക്കെ പോയിട്ട് എനിക്ക് അങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇടവന്ന കേസുകൾ കഴിഞ്ഞ പ്രശ്നമായപ്പോൾ ഒരു സിദ്ധനെടുത്ത് പോയി സിദ്ധൻ ചണ്ടി കൊടുത്തു വരുന്നത് അയാളെ കിട്ടിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ചണ്ടി വീട്ടിൽ പോകുന്നവർക്ക് പ്രശ്നം പോയില്ല. ചരടെല്ലാം അടിച്ചു മാറ്റി കൗൺസിലിംഗൊക്കെ നടത്തിയാണ് അവർ ഒരുമിച്ചൊക്കെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യമില്ലാത്ത വഴികളിലൂടെ പോകും, നല്ല വഴികളിലൂടെ പോവുക. തീർച്ചയായിട്ടും കുടുംബജീവിതം വളരെ മനോഹരമായ അനുഭവമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഈശോ ശരിക്കും